നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നടക്കുന്ന തെരഞ്ഞെടുപ്പാണെങ്കിലും തിരുവനന്തപുരത്തിന് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. കാരണം സ്റ്റാർ മണ്ഡലം അല്ലെങ്കിൽ എ ക്ലാസ് മണ്ഡലം എന്നൊക്കെ പറഞ്ഞ് LDFും UDFും ഒക്കെ തരംതിരിക്കുന്നത് BJP ലക്ഷ്യമിട്ടാണ്. അവർക്കെല്ലാം എ ക്ലാസ് മണ്ഡലമാണ്. LDF ആയാലും UDF ആയാലും എല്ലാം എ ക്ലാസും നമ്പർ 1 മണ്ഡലങ്ങളൊക്കെയാണ്. ഇവിടെ വരുമ്പോൾ തിരുവനന്തപുരത്ത് എത്ര മണ്ഡലങ്ങൾ BJP ഒപ്പം നിൽക്കും, BJP എത്ര മണ്ഡലങ്ങളിൽ കയറി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ്റെ ഒരു ഗതി തന്നെ ആ ഒരു വഴിക്കാണ്. ഒരു വശത്ത് LDF UDF, മറുവശത്ത് BJP അതായത് NDA. ഇപ്പം നമ്മളിപ്പം പ്രശാന്ത് ഉണ്ട്. പ്രശാന്ത്, ശരിക്കും ഈ നമ്മുടെ തിരുവനന്തപുരത്ത് എടുത്തു പറയുന്നത് BJPക്കാർ പോലും പറയുന്നത് 4 മണ്ഡലങ്ങളാണ് അല്ലേ? നേമം, പിന്നെ തിരുവനന്തപുരം, പിന്നെ അടുത്തത് കഴക്കൂട്ടം, പിന്നെ വട്ടിയൂർക്കാവ്. കാട്ടാക്കട പറയുന്നില്ല. ശക്തനായ ഒരു സ്ഥാനാർത്ഥി എന്നാണ് വൈപ്പ്. അപ്പോൾ തിരുവനന്തപുരത്തിന്റെ സാധ്യതകൾ ശരിക്കും അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? നിയമമാണോ സൂപ്പർ മണ്ഡലം? അങ്ങനെ ഒരു കണക്കൂട്ടലുണ്ടോ? അങ്ങനെ ഈ സൂപ്പർ ഡ്യൂപ്പർ എന്നുള്ളതിനേക്കാളും എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മൊത്തത്തിൽ അതിശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുന്നത്. ചില മണ്ഡലങ്ങളിൽ വട്ടിയൂർക്കാവ് ഉൾപ്പെടെ ചില മണ്ഡലങ്ങളിൽ അത് ഈ പറഞ്ഞതുപോലെ ഇരു ധ്രുവങ്ങളിലായിട്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നേമം എടുത്താൽ, നേമത്ത് നിലവിൽ LDFിൻ്റെ CPIMൻ്റെ MLA ആണ് വി ശിവൻകുട്ടി. അവിടെ ശക്തമായ വെല്ലുവിളിയുമായിട്ടാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നത്. താരതമ്യേന ദുർബലമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി KS ശബരിനാഥൻ. ശബരിനാഥൻ മികച്ച സ്ഥാനാർത്ഥിയാണ്, നല്ല നേതാവാണ്, MLA ആയിരുന്നയാളാണ്, എന്താ പറയാ, അങ്ങനെ ജനങ്ങളെ വെറുപ്പിക്കാത്ത ഒരു നേതാവാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നിയമമണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ദുർബലമാണ്. അതുപോലെ തന്നെയാണ് കഴക്കൂട്ടത്തും കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ദുർബലമാണ്. ഈ 2 സ്ഥലത്തും മത്സരിക്കുന്നത് മികച്ച സ്ഥാനാർത്ഥികളൊക്കെ തന്നെ. ശരത്ചന്ദ്ര പ്രസാദും അത്ര മോശക്കാരനല്ല. ഒരു ശക്തമായ ത്രികോണ പോരാട്ടത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും കഴക്കൂട്ടത്തെ കൊണ്ടുപോകാൻ ശേഷിയുള്ള ഒരു നേതാവാണ്. പക്ഷെ വാഹിദിനൊപ്പം വരുമോ ശരത്ചന്ദ്ര പ്രസാദ്? അല്ല, വാഹിദ് 0-ൽ നിന്ന് തുടങ്ങിയാണ് കഴക്കൂട്ടത്തെ അവിടുത്തെ MLA ആയിട്ട് പലതവണ മത്സരിച്ച് ജയിച്ചു വന്നത് അല്ലേ? ശരത്ചന്ദ്ര പ്രസാദ് മുമ്പ് MLA ആയിരുന്ന ആളാണ്, മോശക്കാരനല്ല. ശരത്ചന്ദ്ര പ്രസാദിനെ ഒട്ടും കുറച്ച് കാണണ്ട, നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് അപ്പോൾ അങ്ങനെ ഈ കോൺഗ്രസ് കുറച്ച് ദുർബലമായിരിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അതേസമയം കോൺഗ്രസിന് ശക്തമായ സംഘടനാ സംവിധാനവും പ്രവർത്തനവും ഉള്ള മണ്ഡലമുണ്ട്. ഉദാഹരണത്തിന് വട്ടിയൂർക്കാവ് കോൺഗ്രസ് മോശമല്ല, അവിടെ K മുരളീധരനാണ് മത്സരിക്കുന്നതും. അദ്ദേഹം സ്വന്തം നിലയ്ക്കും പ്രയത്നിക്കും, പാർട്ടിയുടേതായ നിലയ്ക്കും പ്രവർത്തിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ വട്ടിയൂർക്കാവിൽ കോൺഗ്രസ് വളരെ ശക്തമായ നിലയിലാണ്. ഇങ്ങനെ തിരുവനന്തപുരം ജില്ല മൊത്തത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ പല സ്ഥലത്തും ശക്തമായ ത്രികോണ മത്സരവും, ചില സ്ഥലങ്ങളിൽ ഒന്നുകിൽ LDFും BJPയും തമ്മിൽ, അല്ലെങ്കിൽ UDFും BJPയും തമ്മിൽ എന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് 2 ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത്, നമുക്കറിയാം. ഒന്ന് തിരുവനന്തപുരം, 2 ആറ്റിങ്ങൽ. ഇപ്പോൾ തിരുവനന്തപുരത്ത് കോവളം നിയോജക മണ്ഡലം എടുത്താൽ BJPക്ക് പണ്ട് വലിയ സ്വാധീനമൊന്നുമില്ലായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2004 തെരഞ്ഞെടുപ്പിൽ O രാജഗോപാൽ അന്ന് ഏതാണ്ട് 26,000 വോട്ടോ മറ്റോ ആണ് അവിടെ പിടിച്ചെടുത്തത്. അതേസമയം അദ്ദേഹം അന്നത്തെ തിരുവനന്തപുരം നോർത്ത്, തിരുവനന്തപുരം സൗത്ത്, തിരുവനന്തപുരം വെസ്റ്റ്, അന്നത്തെ ഈസ്റ്റ്, തിരുവനന്തപുരം ഈസ്റ്റ്, ഈ നമ്മൾ ഇന്ന് പറയുന്ന നേമത്തിന് സമാനമായ മണ്ഡലം, ഇതെല്ലാം കൂടെ ചേർന്ന് 4 സ്ഥലത്ത് അദ്ദേഹം 1-ാം സ്ഥാനത്തായിരുന്നു. പക്ഷേ കോവളത്തെണ്ണിയപ്പോൾ, നെയ്യാറ്റിൻകരയിൽ വോട്ടെണ്ണിയപ്പോൾ, പാറശാലയിൽ വോട്ടെണ്ണിയപ്പോൾ അദ്ദേഹം 3-ാം സ്ഥാനത്തായിപ്പോയി. അവിടെയെല്ലാം അദ്ദേഹത്തിന് വലിയ തിരിച്ചടി കിട്ടി. 2014 സമാനമായിരുന്നു സ്ഥിതി. O രാജഗോപാൽ, നമ്മളിന്ന് പറയുന്ന കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ, വട്ടിയൂർക്കാവ്, അതുപോലെ നേമം, ഈ 4 സ്ഥലത്തും അദ്ദേഹം 1-ാമതെത്തി. പക്ഷേ കോവളത്ത്, നെയ്യാറ്റിൻകര, പാറശാല അദ്ദേഹം പിന്നിൽ പോയി. എനിക്ക് തോന്നുന്നു പാറശാലയിലും നെയ്യാറ്റിൻകരയിലും അദ്ദേഹം 3-ാം സ്ഥാനത്തായി പോയി എന്ന് തോന്നുന്നു. എന്തായാലും ശരി, ഇപ്പൊ കോവളം അതുപോലെ ഒരു മണ്ഡലമായിരുന്നു. പക്ഷെ ഇന്നത്തെ കോവളം അങ്ങനെയല്ല. BJPക്ക് ഏതാണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 46,000-ഓളം വോട്ട് കിട്ടിയ സ്ഥലമാണ് കോവളം മണ്ഡലം. അവിടെ LDF കൂടുതൽ ദുർബലമാവുകയും
BJP 2ാം സ്ഥാനത്തേക്ക് വളർന്നു കയറുകയും ചെയ്യുന്ന കാഴ്ചയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അത് എന്തുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കില്ല? കാരണം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ കോവളം നിയോജക മണ്ഡലത്തിൽ BJP നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്, മോശമല്ല. ഒരു ശക്തമായ മത്സരത്തിന് ഇടം കൊടുക്കാൻ തക്കവണ്ണമുള്ള കരുത്ത് BJP അവിടെ നേടിയിരിക്കുന്നു. അപ്പോൾ കോവളം മണ്ഡലത്തിൽ വിൻസെന്റ് അവിടുത്തെ ഒരു എന്താ പറയുക, ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത നേതാവാണ് എന്നൊക്കെ നമുക്ക് പറയാം. എങ്കിലും BJP അവിടെ ശക്തമായ മത്സരം നടത്താൻ തക്കവണ്ണം കരുത്ത് ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അത് അവിടെ മാത്രമല്ല, ഈവൻ പാറശാല നമുക്കറിയാം, കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാറശാലയിൽ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു. ഇരിക്കട്ടെ, ഞാൻ BJP അവിടെയൊക്കെ ജയിക്കും എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് ഉണ്ട്, ജില്ലയിലുണ്ട്. നമ്മൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എടുത്താൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 2 മണ്ഡലങ്ങളിൽ BJP ഒന്നാമതെത്തി, ആറ്റിങ്ങലും കാട്ടാക്കടയിലും. അതുപോലെ വർക്കലയും ചിറയൻകീഴും ഒക്കെ BJP നല്ല രീതിയിൽ, നെടുമങ്ങാട് ഒക്കെ നല്ല രീതിയിൽ വോട്ട് പിടിച്ചു. അതായത് 40,000-ന് പുറത്തേക്ക് വി മുരളീധരൻ്റെ വോട്ട് പോയി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് ചിറയൻകീഴ്. ഈ ചിറയൻകീഴിനെ നമ്മളൊക്കെ എഴുതി തള്ളിയിട്ടിരിക്കുകയാണ്. ചിറയൻകീഴ് BJPക്ക് സാധ്യതയില്ല. അവിടെ LDFും UDFും തമ്മിലാണ് പോരാട്ടം. അല്ല, അതല്ല അതിന്റെ യാഥാർത്ഥ്യം. കാരണം ചിറയൻകീഴ് എന്നുള്ള BJPയുടെ ഒരു ഭൂപടത്തിൽ ചിറയൻകീഴോ വർക്കലയോ വാമനപുരമോ ഒന്നും ഇതുവരെ വന്നിട്ടേ ഇല്ല. പിന്നെ ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞതുപോലെ വട്ടിയൂർക്കാവ്, അങ്ങനെയാണെങ്കിൽ വട്ടിയൂർക്കാവ് ഇത്തവണ BJP സ്ഥാനത്ത് ജയിക്കണ്ടേ? അതുപോലെ തന്നെ ഈ പല മണ്ഡലങ്ങളിലും BJPയുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ഷെയർ കൂടിയെങ്കിൽ തിരുവനന്തപുരത്ത് എല്ലാ മണ്ഡലങ്ങളിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത് അല്ലെങ്കിൽ രണ്ടാമത് വരട്ടെ BJP സ്ഥാനത്ത് ഇത്തവണ. തീർച്ചയായിട്ടും നമുക്ക് പല മണ്ഡലങ്ങളിലും BJP ഒന്നാമതോ രണ്ടാമതോ വരും. ഉദാഹരണത്തിന് വട്ടിയൂർക്കാവിന്റെ കാര്യം തന്നെ എടുക്കാം. വട്ടിയൂർക്കാവിൽ കുമ്മനം രാജശേഖരൻ മത്സരിച്ചപ്പോൾ 2016 BJP രണ്ടാമതെത്തി. വളരെ ശക്തമായ പോരാട്ടത്തിൽ 16 LDF 3ാം സ്ഥാനത്ത് പോയി. പിന്നീട് അവിടെ BJPക്ക് ചില അപജയങ്ങൾ സംഭവിച്ചു. പക്ഷേ BJPയുടെ അവിടുത്തെ വോട്ട് ബേസ് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും BJPക്ക് തിരിച്ചു പിടിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതാണ് തെളിയിച്ചത്. 2024 രാജീവ് ചന്ദ്രശേഖർ ഒന്നാമതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ BJP 12 വാർഡുകൾ ജയിച്ചു. അത് ചെറിയ കാര്യമാണോ? മുമ്പ് അത്രയും വാർഡുകൾ ജയിച്ചിട്ടില്ലായിരുന്നു. പിന്നെ നിരവധി വാർഡുകളിൽ BJP 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് വട്ടിയൂർക്കാവിൽ. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് BJPയുടെ വോട്ട് വിഹിതം ക്രമാനുഗതമായി വളരുന്നു എന്നാണ്, തളരുന്നില്ല. കേരളത്തിൽ ഇന്ന് വളർച്ചയുടെ പടവുകൾ താണ്ടുന്ന ഏക പാർട്ടി BJP ആണ്. നമ്മൾ CPM-നെ എടുത്താലും കോൺഗ്രസിനെ എടുത്താലും ഈവൻ മുസ്ലിം ലീഗിന് പോലും ഒരു ഇടർച്ച ഉണ്ടായിട്ടുണ്ട്. ഇത് അങ്ങനെയാണെങ്കിൽ ചിറയൻകീഴ് മണ്ഡലത്തിലെ ആ ഒരു വളർച്ച അതെങ്ങനെ? അത് ഞാൻ പറയാം. നേരത്തെ രാജേഷ് ജി ചോദിച്ചത് ചിറയൻകീഴിന്റെ കാര്യമാണ്. ശരിയാണ്, ചിറയൻകീഴ് ഒരു പ്രഖ്യാപിത BJP മണ്ഡലമല്ല, ഞാനും യോജിക്കുന്നു. പക്ഷെ നമുക്ക് ചിറയൻകീഴിലെ കണക്കുകളൊന്ന് നോക്കാം. ചിറയൻകീഴിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിറയൻകീഴിൽ ഏതാണ്ട് BJPക്ക് 42,000 വോട്ട് കിട്ടി. അവിടെ ഒന്നാമതെത്തിയത് വി ജോയിയാണ്. വി ജോയിക്ക് 47,000 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. 2ാം സ്ഥാനത്തുള്ള അടൂർ പ്രകാശിന് 44,000 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള ഈ വ്യത്യാസം എത്ര ചെറുതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നു. BJPക്ക് ശക്തമായ മുന്നേറ്റമാണ് അവിടെ ഉണ്ടായത്. അവിടെ ആ മണ്ഡലത്തിൽ, ആ പ്രദേശത്ത് ഒരു ഗ്രാമീണ സ്വഭാവമുള്ള മണ്ഡലമാണത്. അവിടുത്തെ ഏറ്റവും വലിയ അവർ നേരിടുന്ന പ്രശ്നം കുടിവെള്ളമാണ്. നമുക്കറിയാം, ഒരു തീരദേശം ധാരാളമുള്ള വലിയൊരു തീരദേശമുള്ള ഒരു മണ്ഡലമാണ് ചിറയൻകീഴ്. ഒരു വശത്ത് കടലും ഒരു വശത്ത് കായലുമാണ്. നമ്മൾ പഴയ ചിറയൻകീഴിനെ കുറിച്ചൊക്കെ പ്രേം നസീറിൻ്റെ നാടാണ്, എന്താ പറയുക, നമ്മുടെ പഴയ പല മികച്ച നാടക പ്രവർത്തകരും, ഞാനതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല, ഭരത് ഗോപി ഉൾപ്പെടെയുള്ളവർ ചിറയൻകീഴുകാരാണ്. ചിറയൻകീഴിന് അങ്ങനെ ഒരു വലിയ കലാ സാംസ്കാരിക പാരമ്പര്യമുണ്ട്. അതൊക്കെയുള്ള ചിറയൻകീഴ് കാലങ്ങളായിട്ട് അത് UDFനെയും LDFനെയും മാറി മാറി പിന്തുണച്ചിട്ടുണ്ട്. തലേക്കുന്നിൽ ബഷീറിനെ പോലെ തലമുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അവിടെ ജാതിമത ഭേദമന്യേ ജനങ്ങളുടെ പിന്തുണ ആർജിച്ച് ജയിച്ചു വന്നയാളാണ്. പിന്നീടത് ഈ പറഞ്ഞതുപോലെ ഈ കായലും കയറും മത്സ്യബന്ധനവും അതുപോലെ ഈ എന്താ പറയുക, ഏറ്റവും ഒരു ദരിദ്ര ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മണ്ഡലം. അവിടെ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വളർച്ചയുണ്ടാകും. അവർ വലിയ രീതിയിൽ പാർട്ടിയുടെ മിഷണറി അവിടെ ഉപയോഗിക്കുകയും ആനത്തലവട്ടം ആനന്ദനെ പോലെയുള്ള നേതാക്കൾ ജനങ്ങളുമായിട്ട് വലിയ സമ്പർക്കം പുലർത്തി ആ മണ്ഡലത്തെ ഒരു
എന്താ പറയുക, ഒരു ഇടത് മണ്ഡലമാക്കി ചുവപ്പിച്ചെടുത്തു. അതാണ് സത്യം. അതിൻ്റെ ഗുണഫലം കിട്ടിയത് CPIക്കാണ്. അവർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം നമ്മളെടുത്തു നോക്കിയാൽ 2006 മുതലുള്ള കണക്കെടുക്കാം, അവിടെ ഇടതുപക്ഷം CPIയെ ജയിച്ചിട്ടുള്ളൂ. 2006 കഴിഞ്ഞ് മണ്ഡല പുനർനിർണയം വന്നു, 2011 വ്യത്യാസമൊക്കെ വന്നു. പക്ഷെ 11 മുതൽ ശശി സ്ഥിരമായിട്ട് ജയിച്ചു വരുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിലാണ് BJP ഇപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റായിട്ട് വന്നിരിക്കുന്നത്. ചെറിയ കാര്യമല്ല, ഞാനത് വ്യക്തമായിട്ട് പറയാം. 2021 അവിടെ മത്സരിക്കുന്നത് ഇപ്പോഴത്തെ തിരുവനന്തപുരം നഗരസഭയിലെ ഡെപ്യൂട്ടി മേയർ ശ്രീമതി ആശാനാഥാണ്. ആശാനാഥ് അന്ന് ഏതാണ്ട് 32,000 വോട്ട് അവിടെ പിടിച്ചെടുത്തു. അതിന് മുമ്പ് മത്സരിച്ച BJPയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ PP വാവ സാറാണ്. അദ്ദേഹം BJPയുടെ എനിക്കൊന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റൊക്കെ ആയിരുന്നു. അദ്ദേഹം 19,000 വോട്ടാണ് 2016 പിടിച്ചത്. ആ 19,000 നിന്ന് ഒറ്റ കുതിപ്പിനാണ് 32,000 എത്തിയത്. ചെറിയ കാര്യമല്ലത്. ആ ഒരു വളർച്ചയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മുരളീധരന്റെ നേതൃത്വത്തിൽ അവിടെ ആവർത്തിച്ചത്. അപ്പോൾ 42,000 വോട്ട് 32,000 നിന്ന് ഒറ്റയടിക്ക് ഒരു 10,000 വോട്ട് കൂടി 42,000 എത്തി. തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യാസമുണ്ട്, ഒന്ന് നിയമസഭയാണ്, ഒന്ന് ലോക്സഭയാണ്. നമുക്ക് വരട്ടെ, തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കാം. BJPക്ക് ഞാൻ കൃത്യമായ സംഖ്യ ഓർക്കുന്നില്ല, പക്ഷെ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടായി. ഏതാണ്ട് 35,000 മുകളിലേക്ക് അവിടെ വോട്ട് പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. ഞാൻ പറഞ്ഞല്ലോ, ആ സംഖ്യ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. നിരവധി പഞ്ചായത്തുകളിൽ BJP ശക്തമായ സാന്നിധ്യമാണ്, പ്രതിപക്ഷമാണ്. നിരവധി പഞ്ചായത്ത് വാർഡുകൾ BJP വിജയിച്ചിരിക്കുന്നു. ആ BJPക്ക് നിരവധി പഞ്ചായത്ത് അംഗങ്ങളുണ്ട്. അങ്ങനെ ചിറയൻകീഴ് സത്യത്തിൽ BJPക്ക് അനുകൂലമായ ഒരു മണ്ണായി മാറിയിരിക്കുന്നു. അതിലേക്ക് ഞാൻ വരാം. അത് താങ്കൾ ചോദിച്ചത് വളരെ ശരിയാണ്. കഴിഞ്ഞ തവണ, അതായത് 2021 അവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച കോൺഗ്രസിന്റെ നേതാവ് ആണ് ഇത്തവണ BJPക്ക് വേണ്ടി അവിടെ മത്സരിക്കുന്നത്. BS അനൂപ് മത്സരിക്കാനുള്ള കാരണം, ആ മണ്ഡലത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കി കോൺഗ്രസ്. അതായത് കോഴിക്കോടുകാരിയായ രമ്യ ഹരിദാസിനെ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ആലത്തൂരിൽ കൊണ്ട് നിർത്തി ജയിപ്പിച്ചതുപോലെ, പിന്നീട് ചേലക്കരയിൽ നിർത്തി തോൽപ്പിച്ചതുപോലെ നേരെ ഇവിടേക്കും കെട്ടിയിറക്കി. ഈ സ്ഥാനാർത്ഥി ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു പരമ്പരാഗതമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ, 2006 മുതൽ ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്ന മണ്ഡലം പിടിച്ചെടുക്കാൻ തദ്ദേശീയനായ ഒരാളെ നിയോഗിക്കുന്നതിന് പകരം, കാരണം അവിടുത്തെ ലോക്കൽ ഇഷ്യൂസ് വലിയ പ്രാധാന്യമുള്ളതാണ്. കുടിവെള്ളം, മുതലപ്പൊഴി ഹാർബറിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ ഗതാഗതം. ഈ പൊതുവെ കേരളത്തിൽ ഈ വികസനം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ എടുക്കുമ്പോൾ റോഡ് ടാർ ചെയ്യുന്നതാണ് വികസനം. കൂടി വന്നാൽ ഈ നമ്മുടെ തെരുവ് വിളക്കുകളിലെ ബൾബൊക്കെ ഒന്ന് മാറ്റിയേക്കും. അതിനപ്പുറത്തേക്ക് ഒരു വികസനവും കേരളത്തിൽ നടക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം എന്തെങ്കിലും നടക്കുന്നെങ്കിൽ അത് കേന്ദ്ര പദ്ധതികളാണ്. അതിരിക്കട്ടെ, അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നേരെ മറിച്ച് ചിറയൻകീഴിലേക്ക് വന്നാൽ അവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. കുടിവെള്ളം ഒരു വലിയ ഇഷ്യൂ ആണ്. അതുപോലെ ഈ തീരദേശത്തെ പ്രശ്നങ്ങൾ, കടലാക്രമണം, മുതലപ്പൊഴി ഹാർബറിൻ്റെ വിഷയം, എത്ര ജീവനുകളാണ് അവിടെ പൊലിഞ്ഞത്. ഈ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ഒരു കാര്യം അവിടെ ചെയ്യാൻ സാധിച്ചു? എത്ര മത്സ്യത്തൊഴിലാളികളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്? ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാതിരിക്കും. അല്ല, അതിൽ സംസ്ഥാന സർക്കാരിന് ഈ മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിലൊക്കെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടല്ലേ കേന്ദ്രം അന്ന് ഇടപെട്ടത്? അതെ, കേന്ദ്രം ഇടപെട്ടു. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു സംസ്ഥാനത്ത് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഭരണം നടക്കുമ്പോൾ അവിടുത്തെ ദൈനംദിന കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. നമ്മുടെ ഫെഡറൽ സംവിധാനം അനുസരിച്ച് ഓരോ വകുപ്പുകൾ വഴിയാണ്. ഇപ്പം മത്സ്യബന്ധനത്തിനും തുറമുഖത്തിനും കേന്ദ്രത്തിൽ വകുപ്പുണ്ട്, പക്ഷേ സംസ്ഥാനത്തും വകുപ്പുണ്ട്. കേന്ദ്രത്തിലെ ഗവൺമെൻറ്റിന്, കേന്ദ്ര മന്ത്രാലയത്തിന് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആ വകുപ്പിലൂടെ മാത്രമേ അവിടെ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ നേരിട്ട് വന്ന് അവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കില്ല. അതൊരു ഒരു 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 വലിയ വെല്ലുവിളിയാണത്. ഇനി ഈ ചിറയൻകീഴിലെ കാര്യം ഞാൻ ഈ പറഞ്ഞതുപോലെ അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന, ചിറയൻകീഴിൻ്റെ നാഡീസ്പന്ദനങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്ന ഒരു സ്ഥാനാർത്ഥി വേണം അവിടെ വരേണ്ടത്. ആ അർത്ഥത്തിൽ ഈ കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ മത്സരിച്ച നമ്മുടെ ഇപ്പോഴത്തെ BJPയുടെ സ്ഥാനാർത്ഥി അനൂപ് ഏതാണ്ട് 48,000 വോട്ട് പിടിച്ചു. ആ 48,000 വോട്ട് പിടിച്ച അനൂപ് മോശക്കാരനല്ല. ശശിയോട് ഒരു ഇടത് തരംഗം നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഇത്രയും വോട്ട് നേടിയതാണ്. എനിക്ക് തോന്നുന്നു ശശി അവിടെ 56,000, കൃത്യമായ കണക്ക് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ വലിയ
മികച്ച വിജയം എന്നൊന്നും പറയാനില്ല, എങ്കിലും സാമാന്യം നല്ല വിജയമാണ് ശശി നേടിയത്. BJP 32,000 വോട്ട് അവിടെ പിടിക്കുകയും ചെയ്തു. ആ BJPക്ക് എന്തായാലും ഒരു 35,000 വോട്ട് കിട്ടുന്ന ഒരു ബേസ് അവിടെ ഉണ്ട്. നമ്മൾ ഈ കഴക്കൂട്ടത്തേക്ക് വരുമ്പോഴേ ചിറയൻകീഴ് നമ്മൾ കണ്ടൊക്കെ ഫിക്സ് ഒരു മിനിറ്റ് ഞാൻ ഇതൊന്ന് പറഞ്ഞു നിർത്തിക്കോട്ടെ. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. ഈ BJPയുടെ 35,000 വോട്ട് ശരാശരി ഉണ്ടെന്ന് വെക്കൂ, ഒരു ബേസ് വോട്ട്. അതിൻ്റെ കൂടെ അനൂപിന് വ്യക്തിപരമായിട്ട് വോട്ട് നേടാൻ പറ്റും. കാരണം അനൂപിന് KPMSൻ്റെ ശക്തമായ പിന്തുണയുണ്ട്. ഒരു സംവരണ മണ്ഡലമാണ് ചിറയൻകീഴ്. അപ്പോൾ അനൂപിന് കിട്ടുന്ന ആ ഒരു പിന്തുണ കൂടി നമ്മളിവിടെ കണക്ക് കൂട്ടണം. അത് വാസ്തവത്തിൽ രമ്യയ്ക്കോ അല്ലെങ്കിൽ LDFൻ്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്കോ അത് അവകാശപ്പെടാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ ഘടകങ്ങളെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ അനൂപ് അതിശക്തമായ ത്രികോണ മത്സരത്തിനാണ് ചിറയൻകീഴിൽ തിരികൊളുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിറയൻകീഴിൽ എന്തും സംഭവിക്കാം. ഒരു അട്ടിമറി നടന്നാൽ അവിടുത്തെ അടിയൊഴുക്കുകൾ കാണാതിരുന്നൂടാ. കായലും കയറും ഇഴപിരിയുന്ന കയർ വ്യവസായവും അതുപോലെ കായലും ടൂറിസവും ഒക്കെ പരസ്പരം ഇഴചേർന്ന് കിടക്കുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. ഈ പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു നിശ്ചിത ശതമാനം വോട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ കഴക്കൂട്ടത്ത് ഒരു വിസ്മയം സംഭവിച്ചാൽ, ഒരു അട്ടിമറി നടന്നാൽ അത്ഭുതപ്പെടും. ചിറയൻകീഴ് കഴക്കൂട്ടത്തിലേക്ക് വരാം. അതുപോലെ കഴക്കൂട്ടവും നെടുമങ്ങാടും. കഴക്കൂട്ടത്ത് V. മുരളീധരൻ എന്ന ഒരു വളരെ സീനിയറായിട്ടുള്ള പാർട്ടി നേതാവാണ് മത്സരിക്കുന്നത്. നെടുമങ്ങാട് ഒരു ചെറുപ്പക്കാരനും അല്ലേ. ഇത് രണ്ടും എങ്ങനെ, രണ്ടും ചേർന്ന് കിടക്കുന്ന മണ്ഡലങ്ങളാണ് അല്ലേ. രണ്ട് കഴക്കൂട്ടം നമ്മുടെ മംഗലാപുരം മുരുക്കുമ്പുഴ ഭാഗം വരെ വരുന്നുണ്ട്. നെടുമങ്ങാട് മണ്ഡലം ഒരു വാലുപോലെ വരുന്നുണ്ട്. അതെ അതെ, തൊട്ടടുത്ത് കഴക്കൂട്ടം പോത്തങ്കോടും ആ ഒരു ഇടനാഴി പോലെയാണ്. അതെ. അപ്പോൾ ഈ പുതുമുഖവും ഒരു ഇപ്പുറത്ത് ഒരു സീനിയർ നേതാവ്. നമുക്ക് കഴക്കൂട്ടത്തേക്ക് വരാം. കഴക്കൂട്ടത്ത് ശരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് മത്സരം BJPയും CPM തമ്മിൽ നേരിട്ടായിരുന്നു. അതായത് V. മുരളീധരനും കടകംപള്ളി സുരേന്ദ്രനും നേരിട്ട് മത്സരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിന് അവിടെ ഒരു ബേസ് വോട്ടുണ്ട്. ഒരു 10-35,000 വോട്ട് അവിടെ കോൺഗ്രസ്സിന് ആര് മത്സരിച്ചാലും കിട്ടും. കഴക്കൂട്ടം ഇപ്പോഴും സംഘടനാ സംവിധാനം ദുർബലമായി പോയെങ്കിലും കോൺഗ്രസ്സിനെ എഴുതി തള്ളാൻ കഴിയില്ല. അങ്ങനെ കോൺഗ്രസ് വട്ടപൂജ്യമായി അല്ലെങ്കിൽ ഇപ്പോൾ നിയമത്തുള്ളതുപോലെ ഒരു തകർച്ച കോൺഗ്രസ്സിന് അവിടെ ഇല്ല എന്ന് തന്നെ പറയാം. കഴക്കൂട്ടത്ത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഏതാണ്ട് ഒരു 10-20-25% ന്യൂനപക്ഷങ്ങൾ വരുന്ന മൊത്തം ജനസംഖ്യയുടെ വരുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. അത് കഴക്കൂട്ടത്തിൻ്റെ തീരദേശത്ത് ഈ ലത്തീൻ കത്തോലിക്കരുടെ ക്രിസ്ത്യൻ വോട്ടാണ് കൂടുതൽ. പിന്നെ അല്ലാതെ മണ്ഡലത്തിൽ മുസ്ലിം വോട്ടുണ്ട്. പക്ഷേ മെജോറിറ്റി ഹിന്ദു വോട്ടാണ്. അതിൽ തന്നെ ഈഴവ സമുദായത്തിന് നല്ല പ്രാധാന്യമുണ്ട്. നായർ സമുദായം ഒട്ടും മോശമല്ല. ഏതാണ്ട് രണ്ടുപേരും അടുത്തടുത്ത് നിൽക്കുന്ന തരത്തിൽ ജനസംഖ്യയുള്ള ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. മുസ്ലിം സമുദായത്തിന് നല്ല വോട്ടുണ്ട്. മുസ്ലിം സമുദായത്തിന് അത്യാവശ്യം വോട്ടുണ്ട്. പക്ഷെ അങ്ങനെ വളരെ കൂടിയ തരത്തിൽ ഒരു മണ്ഡലത്തിലെ വിജയിയെ നിർണ്ണയിക്കാൻ തക്കവണ്ണമുള്ള വോട്ട് എന്ന് പറയാൻ കഴിയില്ല. ഒരു ശക്തമായ ത്രികോണ മത്സരം വന്നാൽ ഒരു പക്ഷേ ആ വോട്ടുകൾക്ക് പ്രാധാന്യമുണ്ടാകും. അപ്പോൾ ഇതായിരുന്നു കഴക്കൂട്ടത്തിൻ്റെ തുടക്കത്തിൽ മുരളീധരനും കടകംപള്ളി സുരേന്ദ്രനും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം. പക്ഷേ വളരെ പെട്ടെന്നാണ് ശരത്ചന്ദ്ര പ്രസാദ് അവിടെ കടന്നു വന്നതോടുകൂടി ചിത്രം മാറിയത്. ശരത്ചന്ദ്ര പ്രസാദിനെ എല്ലാവരും, നമ്മുടെ ചാനലുകളൊന്നും മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷേ ഞാൻ ശരത്ചന്ദ്ര പ്രസാദിന് അവിടെ നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ വിഷയം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ ചില അട്ടിമറികളും അത്ഭുതങ്ങളും ഒക്കെ നടത്താൻ സാധിക്കും. പല ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ബാങ്കുകളെയും തകർത്ത് സ്വന്തമാക്കാൻ, പ്രത്യേകിച്ചും ന്യൂനപക്ഷ വോട്ടുകൾ പിടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അങ്ങനെ ഒരു ശക്തമായ ത്രികോണ മത്സരം വന്നാൽ അവിടെ കോൺഗ്രസിനെ നമുക്ക് എഴുതി തള്ളാനൊന്നും പറ്റില്ല. ചിലപ്പോൾ ഒരു 1000-1500 വോട്ടിനൊക്കെ കോൺഗ്രസ് ജയിച്ചു കയറി. കടകംപള്ളിക്ക് മുമ്പ് അവരുടെ മണ്ഡലമായിരുന്നു. കടകംപള്ളി 96-ൽ വിജയിച്ചതിന് ശേഷം 2001-ൽ തോറ്റു, 2006-ൽ തോറ്റു, പിന്നെ 2016-ലാണ് വന്നതെന്ന് മത്സരിക്കാൻ ധൈര്യം കാണിച്ചത്. അത് ഈ പറഞ്ഞതുപോലെ ഒരു ഇടത് തരംഗത്തിൻ്റെ ഭാഗമായിട്ട് 2006-ൽ അതിശക്തമായ ഇടത് തരംഗം ഉണ്ടായിരുന്നിട്ടും തോറ്റയാളാണ് കടകംപള്ളി സുരേന്ദ്രൻ. അപ്പോൾ ഇതൊന്നും അത്ര നമ്മൾ ഈ അടിയൊഴുക്കുകൾ കാണാതെ കഴക്കൂട്ടത്തെക്കുറിച്ച് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് മുരളീധരൻ അതിശക്തമായ പ്രവർത്തനവുമായിട്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏറ്റവും മികച്ച
ഒരു മത്സരം കാഴ്ചവെക്കുമെന്ന് ഉറപ്പാണ്. കടകംപള്ളി സുരേന്ദ്രന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. അദ്ദേഹം ഈ പറയുന്നത് പോലെ ശബരിമല സ്വർണ്ണക്കൊള്ള കടുത്ത ആരോപണമാണ് അദ്ദേഹത്തിനെതിരെ ഉയരുന്നത്. അതുപോലെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ, കുടിവെള്ളം, കഴക്കൂട്ടത്തൊരു വലിയ വിഷയമാണ്. ചിറയൻകീഴ് പോലെ തന്നെ ഗതാഗതം വലിയ വിഷയമാണ്. തദ്ദേശീയരുടെ തൊഴിൽ പ്രശ്നം, ഇപ്പോൾ ടെക്നോ പാർക്ക് പോലെയുള്ള, ടെക്നോ സിറ്റി പോലെയൊക്കെയുള്ള വലിയ സ്ഥാപനങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ അവിടെ തദ്ദേശീയർക്ക് എത്ര പേർക്ക് തൊഴിൽ ലഭിക്കുന്നു, അവർക്ക് അതുകൊണ്ട് എന്തും മെച്ചം, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണം. ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇത് ഇത്രയും വർഷം, കഴിഞ്ഞ 10 വർഷം അവിടെ മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ചിട്ട്, ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ട് കടകംപള്ളി സുരേന്ദ്രൻ ഈ കാര്യത്തിലൊന്നും ഒരു നീക്കുപോക്കും ഉണ്ടാക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് മുരളീധരൻ നന്നായിട്ട് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, ഈ വിഷയങ്ങളെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ജനങ്ങൾ ഒരു പുനർവിചിന്തനം നടത്തും. കാരണം 10 വർഷം MLA ആയിരുന്ന ഒരാളിനെതിരെ ഭരണപരമായ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട്. ആ വ്യക്തിക്കെതിരെ, ആ MLAക്കെതിരെയും പ്രദേശത്തെ ജനങ്ങൾക്ക് എതിർപ്പുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയും അത്തരം അഴിമതികളും കൂടെ അവിടെ ചേർന്ന് വരുമ്പോൾ ഇടതുപക്ഷം വലിയ പ്രതിരോധത്തിലാണ് എന്നുള്ള കാര്യം സത്യമാണ്. ആ കടകംപള്ളിക്കെതിരെ എതിർപ്പുള്ളതുകൊണ്ടാണല്ലോ ഇത്തവണ മന്ത്രിയാക്കാത്തത്. അതെ, തീർച്ചയായിട്ടും പാർട്ടിക്കുള്ളിൽ വലിയ, അത് ഞാൻ പാർട്ടിയുടെ വിഭാഗീയതയിലേക്ക് വന്നില്ല, നമുക്ക് വരാം. ഈ അങ്ങനെ ഭരണപരമായ വീഴ്ചകളും ഭരണവിരുദ്ധ വികാരവും കടകംപള്ളിയെയും ഇടതുപക്ഷത്തെയും CPMനെയും കഴക്കൂട്ടത്ത് വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു വിഷയം തന്നെയാണ്. നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ ഒന്നാമത് വന്ന മണ്ഡലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJPക്ക് വലിയ മുന്നേറ്റമുണ്ടായി. 14 വാർഡുകളാണ് അവിടെ പിടിച്ചെടുത്തത്. ആകെ 28 വാർഡുകളാണ് അവിടെ ഉള്ളത്. നഗരസഭ, ശരിക്കും നഗരസഭ മാത്രം ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ്. എങ്കിലും ഒരു ഗ്രാമീണ സ്വഭാവം നിലനിൽക്കുന്ന മണ്ഡലമാണ്. വലിയ ഈ പറഞ്ഞതുപോലെ നമുക്ക് നേമം പോലെയോ തിരുവനന്തപുരം സെൻട്രൽ പോലെയോ വട്ടിയൂർക്കാവ് പോലെയോ വലിയ വികസനമുള്ളൊരു മണ്ഡലമല്ല. ടെക്നോ പാർക്ക് പോലെയുള്ള അപൂർവ സ്ഥാപനങ്ങൾ ഒഴിച്ചാൽ, മെഡിക്കൽ കോളേജും RCCയും ഒക്കെ ഒഴിച്ചാൽ വലിയ സ്ഥാപനങ്ങൾ അധികം ഇല്ലാത്ത ഒരു മണ്ഡലമാണ്. കിൻഫ്രയുണ്ട്, സൈനിക സ്കൂളുണ്ട്. അല്ല, അതൊന്നും ഞാൻ കാണാത്തതല്ല. ഞാൻ പറഞ്ഞ, എങ്കിലും ഒരു താരതമ്യേന ഇനിയും വലിയ രീതിയിൽ വികസിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. പക്ഷേ കടകംപള്ളിക്ക് അതിനു വേണ്ടുന്ന ഒരു അടിത്തറ പോലും ഇടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങൾ നൽകുന്ന ഒരു പ്രതികരണം. അതുപോലെ തന്നെ മുരളീധരൻ ഇതെല്ലാം ഉയർത്തിക്കാട്ടി അവിടെ പ്രചാരണം നടത്തുന്നു. ഇതിൻ്റെ കൂടെ ശരത്ചന്ദ്ര പ്രസാദും വലിയ രീതിയിൽ അവിടെ ഒരു ശക്തമായ പ്രവർത്തനവും പ്രചാരണ പരിപാടികളുമായിട്ട് രംഗത്തിറങ്ങിയാൽ, കടകംപള്ളി അവിടെ കഴിഞ്ഞ തവണയും കടകംപള്ളിക്ക് വലിയ ഗുണം ചെയ്തത് ശോഭാ സുരേന്ദ്രൻ വന്ന് മത്സരിച്ചപ്പോൾ, മുരളീധരൻ കേന്ദ്രം സഹമന്ത്രിയായിരുന്നു. 2016 വി മുരളീധരൻ മത്സരിക്കുമ്പോൾ ആദ്യമായിട്ടാണ് BJP ഒരു കടുത്ത മത്സരത്തിന് തയ്യാറാകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എഡ്ജ് കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തെ പിടിച്ചു കുലുക്കി അവസാനമായപ്പോൾ കോൺഗ്രസ്സുകാർ പ്രചാരണം നിർത്തിവെച്ചു. വാഹിദ്, ഞാനിനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, എനിക്കൊരു 35,000 മുകളിലേക്ക് വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രചാരണം നിർത്തിവെച്ചു. ശരിയാണ്, അദ്ദേഹത്തിന് 36,000 വോട്ടോളം ആണ് കിട്ടിയത്. അന്ന് മുരളീധരൻ അതിശക്തമായ മത്സരം നടത്തിയപ്പോൾ കടകംപള്ളിക്ക് ഒരു എഡ്ജ് കിട്ടി, കടകംപള്ളി ജയിച്ചു. പക്ഷേ 2021 വന്നപ്പോൾ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തുകയും അവിടെ കോൺഗ്രസ് കൂടുതൽ ദുർബലമാവുകയും ചെയ്തു. ശോഭാ സുരേന്ദ്രനും കടകംപള്ളിയും തമ്മിൽ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ നടന്നപ്പോൾ കോൺഗ്രസ്സിന് കിട്ടുമായിരുന്ന ന്യൂനപക്ഷ വോട്ട് വളരെ കൃത്യമായിട്ട് കടകംപള്ളിക്ക് പോയി. 2016 അത് തന്നെ സംഭവിച്ചു. വാഹിദ് പിൻവാങ്ങുകയും മത്സരം മുരളീധരനും ഇദ്ദേഹവും തമ്മിലാകുകയും ചെയ്തപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വലിയ രീതിയിൽ കടകംപള്ളിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. അത് 2021 ശക്തമായിട്ട് ആവർത്തിച്ചു. അതാണ് കടകംപള്ളിയെ തുടർച്ചയായിട്ട് അവിടെ ജയിപ്പിച്ചത്. പക്ഷേ ഇക്കുറി ശരത്ചന്ദ്ര പ്രസാദ് കടന്നു വരികയും ശക്തമായ ഭരണവിരുദ്ധ വികാരം അവിടെ നിലനിൽക്കുകയും അത് അവിടുത്തെ ജനപ്രതിനിധിയായ കടകംപള്ളിയോട് പോലും വ്യക്തിപരമായി ജനങ്ങൾക്ക് എതിർപ്പ് ഉയരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ വി മുരളീധരൻ അതിശക്തമായൊരു ത്രികോണ മത്സരത്തിന് കളമൊരുക്കി കടന്നു വരുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ അവിടെ ഛിന്ന ഭിന്നമാകാൻ സാധ്യതയുണ്ട്. വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമാണ്.
ശരത്ചന്ദ്ര പ്രസാദിനെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ഗുണകരമാണ്. എൻ്റെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ ഞാൻ പറയാം, അവിടെ വിജയിക്കുക ഒന്നുകിൽ വി മുരളീധരൻ അല്ലെങ്കിൽ ശരത്ചന്ദ്ര പ്രസാദ്. കടകംപള്ളി സുരേന്ദ്രൻ അവിടെ 3ാം സ്ഥാനത്തേക്ക് അതിദയനീയമായി പരാജയപ്പെടും എന്നുള്ളതാണ്. അതിന് രാജേഷ് ജി ഒടുവിൽ ചോദിച്ച കാര്യവും കൂടി അതിലേക്ക് ഞാനൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താം. പാർട്ടിക്കുള്ളിൽ അതിശക്തമായ വിഭാഗീയതയുണ്ട്. കടകംപള്ളി തോറ്റു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടനവധി പാർട്ടിക്കാർ കഴക്കൂട്ടത്തുണ്ട്. അപ്പൊ നമ്മളിതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടൊന്നും അവരുടെ തീരുമാനത്തിൽ കഴിഞ്ഞ ഇതേ വികാരം ഉണ്ടായിരുന്നു. കടകംപള്ളി തോറ്റു കാണണമെന്ന് പാർട്ടിയിലെ ഭൂരിഭാഗം പേരും കഴക്കൂട്ടത്ത് ആഗ്രഹിച്ചു. പക്ഷെ കടകംപള്ളി ജയിച്ചു. അപ്പോൾ പിന്നെ അവർ ആവശ്യപ്പെട്ടത് മന്ത്രിയാക്കരുത് ഇത്തവണ. അതെ, കാരണം കഴക്കൂട്ടത്തെ ആ പാർട്ടിക്കാർക്ക് ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു കാണാം. കാരണം അതിനുശേഷമാണ് ഈ ശബരിമല വിഷയമൊക്കെ പുറത്തു വരുന്നത്. അപ്പൊ ഇത്തവണയും മന്ത്രിയായിരുന്നെങ്കിൽ ദേവസ്വം വകുപ്പ് തന്നെ ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാണില്ല. അതെ 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 അതെ, അതാണ് എൻ്റെ ഒരു വളരെ ശരിയാണ് അങ്ങയുടെ നിരീക്ഷണം. അതായത് പാർട്ടിക്കുള്ളിൽ അതിശക്തമായ വിഭാഗീയത, പ്രത്യേകിച്ചും കടകംപള്ളി എന്ന വ്യക്തിക്കെതിരെ. പിന്നെ കടകംപള്ളി എന്തുകൊണ്ട് 2021 ഇത്രയും ഭൂരിപക്ഷം നേടി ജയിച്ചു എന്നൊരു ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ. BJP ജയിക്കരുത്. വി മുരളീധരൻ ഇത്രയും വോട്ട് പിടിച്ച് മുന്നേറിയതാണ്. ശോഭയെ പോലെ കരുത്തുള്ളൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ അത് വലിയ ദോഷം ചെയ്യും. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ എൻ ബ്ലോക്ക് കുറേ കോൺഗ്രസ്സിന് കൊടുത്തിരുന്ന വോട്ട് കൃത്യമായിട്ടും കടകംപള്ളിക്ക് കൊടുത്തു. അത് രണ്ടാമത്തെ കാര്യം. വ്യക്തിപരമായി കടകംപള്ളി ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു ഈ 5 വർഷം കൊണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം കഴക്കൂട്ടത്ത് ഫ്ലൈ ഓവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഭൂമി ഏറ്റെടുത്തു. കേന്ദ്ര സർക്കാർ കോടികളാണ് അതിന് നൽകിയത്. ആ ക്ഷേത്രത്തിൻ്റെ അവിടെ ഈ നമ്മുടെ ഈ നാഷണൽ ഹൈവേയുടെ ഓരം ചേർന്ന് വരുന്ന ആ ഭാഗത്തും ഭൂമി ഏറ്റെടുത്തപ്പോൾ അവിടെ ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രം, ഒരു അയ്യപ്പൻ്റെ ഉപദേവത ആലയമുണ്ടായിരുന്നു. അതുൾപ്പെടെയാണ് എടുത്തത്. അതിനൊക്കെ മാറ്റം വന്നു. പക്ഷെ കോടികളാണ് അതിന് പകരം കൊടുത്തത് നഷ്ടപരിഹാരമായിട്ട്. ആ കോടികൾ വാങ്ങി കടകംപള്ളി ദേവസ്വം മന്ത്രിയായിരുന്നു. അദ്ദേഹം ചെയ്തത് നിരവധി മറ്റു ക്ഷേത്രങ്ങൾക്ക്, അതായത് RSSനൊക്കെ വലിയ സ്വാധീനമുള്ള സ്ഥലത്തെ ക്ഷേത്രങ്ങൾക്ക് കൈ അയച്ച് സഹായം ചെയ്തു. അതായത് 50 ലക്ഷം. ഇപ്പോൾ നമ്മുടെ പേട്ടയിൽ പേട്ട ആ പാലം ഇറങ്ങിയ ഉടനെ വലതുവശത്ത് ഒരു പേട്ട മേൽപ്പാലം ഉണ്ടല്ലോ, അത് ഇറങ്ങിയ ഉടനെ വലതുവശത്തൊരു വാരാഹി ക്ഷേത്രമുണ്ട്, ഒരു ദേവീക്ഷേത്രമുണ്ട്, ഒരു സ്വകാര്യ ട്രസ്റ്റാണ്, ഒരു കുടുംബക്ഷേത്രമാണ്. അവിടേക്ക് 50 ലക്ഷം രൂപയാണ് ഗവൺമെൻറ് ആ ക്ഷേത്രം നവീകരിക്കാൻ വേണ്ടി കൊടുത്തത്. ഇതൊക്കെ ഈ ദേവസ്വം ബോർഡിൻ്റെ പണമാണ്. ഇത് വലിയ രീതിയിൽ ആൾക്കാരിൽ അവിടെ ചലനം സൃഷ്ടിച്ചു. ഇതൊക്കെയാണ് കടകംപള്ളിയെ കഴിഞ്ഞ തവണ സഹായിച്ചത്. പക്ഷേ ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ഇതെല്ലാം ചെയ്തത് ഒരു വലിയ മറയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒളിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊന്നും പുറത്ത് ചർച്ചയാകാതിരിക്കാനായിട്ട് ചെയ്ത കാര്യങ്ങളാണ്. വോട്ട് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ചെയ്തതാണ്. മണ്ഡലത്തിൽ കാര്യമായൊരു വികസനമില്ല, കുടിവെള്ളക്ഷാമം, തൊഴിലില്ലായ്മ, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ മത്സരം ഇപ്പോൾ വി മുരളീധരനും ശരത്ചന്ദ്ര പ്രസാദും തമ്മിലാണോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലേക്ക് കഴക്കൂട്ടത്തിൻ്റെ ചിത്രം മാറിയിരിക്കുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്.